ദൈവത്തിന് മഹത്വം. നമുക്ക് ഈ നല്ല ദിവസത്തിനും നല്ല സമയത്തിനുമായിട്ട് ദൈവത്തിന് നന്ദി പറയാം. പ്രധാന വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, നിങ്ങളുടെ കൂട്ടായ്മകളെ ഉപേക്ഷയായി വിചാരിക്കരുത്. പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ നടുവിൽ കർത്താവുണ്ട്. ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുകയും, സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്, ക്രിസ്തുവാകുന്ന തലയോട് ചേർന്നിരിക്കുന്ന അവന്റെ ശരീരമാണ് സഭ. അതുകൊണ്ട് സഭ കൂടി വരുമ്പോഴൊക്കെ കർത്താവ് വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുകയും ജീവിതത്തെ ക്രമപ്പെടുത്തണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന ആ ഒരളവിലേക്ക് കയറി വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മ വചനത്തിന്റെ വാതിലുകളെ നമുക്ക് തുറന്നു തരികയും ചെയ്യും. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. വേണ്ടുവണ്ണം സംസാരിക്കേണ്ടതിന് എൻ്റെ വായിൽ വചനം നൽകണം. നിങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു തരണം. നമ്മൾ കർത്താവിനോട് പറയണം, കർത്താവേ, നിന്റെ വചനത്തിന്റെ വാതിലുകളെ ഞങ്ങൾക്ക് തുറന്നു തരണം. എഴുതപ്പെട്ട ആത്മാവിൽ വചനം ഗ്രഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. തിരുവഴുത്തുകളെ തിരിച്ചറിയാൻ ബുദ്ധിയെ തുറക്കണം. വചനം വെറുതെ കേട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. കേൾക്കുന്ന വചനത്തിന്റെ എല്ലാത്തിനും കണക്ക് നമ്മൾ കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എൻ്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിക്കാൻ പറയുന്നൊരു ദിവസമുണ്ട്. ദൈവം നമ്മളെ വചനം അധികം കൂടുതൽ കേൾപ്പിക്കുന്നത് ദൈവത്തിന് നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. നമ്മൾ ആ ദൈവത്തിന്റെ എല്ലാ നിറവിലേക്ക് നമ്മൾ നിറഞ്ഞു വരണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് വചനം കേൾപ്പിക്കുന്നത്. നമുക്ക് അതേ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ വചനം നമ്മൾ ക്രിയ ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ പറയുന്നുണ്ടല്ലോ, 2 പേർ ഒത്തിട്ടല്ലാതെ നടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയിലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട വചനം വസിക്കുന്നതും ദൈവത്തിന്റെ കൃപ ആ വചനത്തിന്റെ ജീവൻ നമ്മളിൽ നിറയ്ക്കുവാനായിട്ട് സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതും നമ്മളിലുള്ള എല്ലാ പാപ പ്രമാണങ്ങളെയും നീക്കിക്കളഞ്ഞ് വചനം നമ്മളിൽ വസിച്ച് ജീവനായി മാംസം ധരിച്ച് ക്രിസ്തു അനുരൂപമായി നമ്മളെ മാറ്റുന്നത്. അതുകൊണ്ട് ഇതൊരു തിരിച്ചറിവാണ്, ഇതൊരു മാർമിക സത്യമാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നവർക്കാണ് ദൈവം അത് വെളിപ്പെടുത്തി തരത്തുള്ളൂ. എല്ലാവർക്കും ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുസരിച്ച് നടക്കാൻ താല്പര്യമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ദൈവം മുഖപക്ഷമില്ലാത്തവനാണ്. അതിനനുസരിച്ച് നടക്കാൻ ആരാഗ്രഹിച്ചാലും കർത്താവ് അതിനെ വെളിപ്പെടുത്തി തരും. അതിന് പ്രായമില്ല, കഴിവ് നോക്കുന്നില്ല, ഒന്നും കർത്താവ് നോക്കുന്നില്ല. ദൈവം നോക്കുന്നത് നിനക്ക് ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെ നടക്കുന്നില്ല അല്ലെങ്കിൽ സാധിക്കുന്നില്ലെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, അതിനനുസരിക്കാനുള്ള ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. അതിനെ ആഗ്രഹിക്കണമെങ്കിൽ, അനുസരിക്കണമെങ്കിൽ അതിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. വലിയൊരു ആഗ്രഹം ഉണ്ടാകണം. ഏത് വിധേനയും ഈ കേൾക്കുന്ന വചനത്തെ ഏത് വിധേനയും നഷ്ടപ്പെടുത്തി കളയുക അല്ലെങ്കിൽ ജീവനാക്കാതിരിക്കുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം. പറച്ചിലൊക്കെ പറയും, പിശാചിന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ പിശാചിന്റെ തന്ത്രങ്ങളൊന്നും ഏറുപങ്ക ആളുകൾക്ക് അറിയത്തില്ല. അതുകൊണ്ട് വളരെ സമാധാനത്തോടുകൂടെ കർത്താവിനോട് ചേർന്ന് നടന്ന് അതിനനുസരിച്ച് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് ഒരുങ്ങി വരുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇന്ന് കുറച്ച് സമയം നമ്മൾ ചിന്തിക്കാനായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. മതി, ഒരു വാക്യം നമുക്ക് വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എല്ലാ പിറുവെറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഒരു വാക്യം വായിക്കാം നമുക്ക്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 22-ാം വാക്യം. നിങ്ങളെ ശത്രുക്കളായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. നമ്മൾ 3 വാക്യം വായിച്ചു. 1 എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 4-ാം വാക്യം.
അതുപോലെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. അപ്പൊ നമ്മൾ ഈ 3 വാക്യങ്ങളിൽ കേട്ട വാക്കുകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകണം. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കുറ്റമില്ലാത്തവരാകണം. നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ നമ്മൾ ചിലപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത് വല്ലതും നടന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നമ്മൾ ചിന്തിക്കാനും ധ്യാനിക്കാനും നടക്കാത്ത മേഖലകളെ ഏൽപ്പിക്കുവാനും. വചനം കേൾക്കുമ്പോൾ കേട്ട് ആമീൻ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആത്മാവിൽ അപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം, കർത്താവ് ഈ ഒരു അനുഭവത്തിലേക്ക് എന്നെ നടത്തണം, ഈ പറയുന്നൊരു തലത്തിലോട്ട് കയറി വരാൻ നീ എന്നെ സഹായിക്കണം. ഒപ്പം തന്നെ പരിശുദ്ധാത്മാവ് അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാർത്ഥന, ഇതെല്ലാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കണം. സമർപ്പണം ഉണ്ടാകണം, ഏറ്റുപറച്ചിലുണ്ടാകണം, ഹൃദയത്തിൽ സംഗ്രഹിക്കണം, ആമേൻ പറയേണ്ടത് ആമേൻ പറയണം, മനസ്സ് പുതുക്കണം. കാരണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ പ്രവൃത്തികൾ നമ്മളുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അകത്ത് നടക്കുന്ന പ്രവൃത്തികളെ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് യേശു കർത്താവ് പറയുന്നുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞതിന് അർത്ഥം എന്തുവാ? ശുദ്ധിയുള്ളവരാകുന്നു എന്ന് പറഞ്ഞാൽ അത് കേട്ടതുകൊണ്ട് ശുദ്ധി ഉണ്ടായെന്നല്ലേ പറഞ്ഞതിനർത്ഥം. വചനം കേട്ടപ്പോൾ ആ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ വചനം, അത് പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെന്നിട്ട് അകത്തിരിക്കുന്ന കുറവുകൾ എന്താണെന്ന് വെളിപ്പെടുത്തി തന്നപ്പോൾ ആ വചനത്തിനോടുള്ള എൻ്റെ ആ ഒരു സമീപനം എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങളാൽ നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാണ്. ശുദ്ധിയുള്ളവരാകണമെങ്കിൽ നമ്മളത് ഏറ്റുപറയണം, ഉപേക്ഷിക്കണം, നീക്കിക്കളയേണ്ടത് നീക്കിക്കളയണം, വിട്ടുകളയേണ്ടത് വിട്ടുകളയണം, അശുദ്ധമായത് തുടരുത്, അവരുടെ ഇടയിൽ നടക്കരുത്, വിട്ടുപോരണം എന്നൊക്കെ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറയുന്നത് ഹൃദയത്തിലെടുക്കുന്ന തീരുമാനമാണ്. നമ്മൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം നീക്കിക്കളയാനുള്ളൊരു ആഗ്രഹമാണ് ഈ കേൾക്കുന്ന വചനത്താൽ നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാണ് എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് ഫ്രീ വിൽ ഉള്ളത് കൊണ്ട് ഇടിച്ചു കയറി വന്നിട്ടൊന്നും ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സമർപ്പണത്തിൽ കൂടി മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ വായിച്ച 4-ാം വാക്യമാണെങ്കിൽ അതിന്റെ തൊട്ടു മുകളിലുള്ള ഒരു വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നോക്കൂ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദൈവം. അപ്പോ ഈ സ്വർഗത്തിലെ ആത്മീയ അനുഗ്രഹത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയാണ് എങ്ങനെയാണ് ഈ ആത്മീയ അനുഗ്രഹം തന്റെ മക്കൾക്ക് ലഭിക്കുക. ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് അത് ലഭിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ ആ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഞാൻ എങ്ങനെയായി തീരണം, അതിന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഞാൻ എന്തൊക്കെ വിട്ടുകളയണം, ഞാൻ എവിടെയൊക്കെ ക്രമപ്പെടുത്തണം എന്നുള്ളത് വചനത്തിൽ വ്യക്തമായിട്ട് പറയണം. എന്നിട്ട് പറയുന്നത്, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. അപ്പോൾ ദൈവഹൃദയത്തിൽ എപ്പോഴും ഉള്ള കാര്യം ഇതാണ്, നമ്മൾ വിശുദ്ധരാകണം, നമ്മൾ നിഷ്കളങ്കരാകണം. ഞാൻ ഇതിന് മുമ്പ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, 99 വയസ്സായ അബ്രഹാമിനോട് ദൈവം പറയുന്നത് നിഷ്കളങ്കനായി നടക്കാനാണ്. അപ്പൊ ദൈവഹൃദയത്തിൽ ആഗ്രഹം നിഷ്കളങ്കരാകുക. എന്തുകൊണ്ടാണ് അങ്ങനെ നിഷ്കളങ്കരായിട്ട് നടക്കണം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഈ നിഷ്കളങ്കത എന്ന് പറയുന്നത് ഈ അങ്ങനെ ഒരു നിഷ്കളങ്കതയിലേക്ക് മാനവരാശിയെ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ നയിക്കേണ്ടതിന്റെ ഒരു ആവശ്യകത വന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ അശുദ്ധികളും പാപവും എല്ലാവിധമായിട്ടുള്ള തിന്മകളും നിറഞ്ഞു. മനസ്സിലായോ? കാരണം അത് ഏകന്റെ അനുസരണക്കേടിലാണ് അത് സംഭവിച്ചത്. നമ്മൾ നോക്കുകയാണെങ്കിൽ യേശുവിനെ കുറിച്ച് നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ യേശു ആരാണെന്ന വചനം രേഖപ്പെടുത്തുന്നത്? യേശുവിനെ കുറിച്ച് എന്തോ പറയുന്നത്? യേശു ആരാണ്? അല്ല, അതൊക്കെ നമ്മൾ കുറച്ച് ആഴത്തിലേക്ക് പറയുമ്പോൾ വളരെ സാധാരണമായ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ യേശു ആരാണ്? യേശു ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെ? തന്റെ ഏകജാതനായ പുത്രൻ. യേശു ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെ? നമ്മൾ ആരാണ് എന്ന് പറഞ്ഞാൽ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച വ്യക്തികൾ ആരാണ്? നമ്മൾ ദൈവത്തിന്റെ മക്കളാണല്ലോ. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകും. അപ്പോൾ യേശു ദൈവത്തിന്റെ പുത്രനാണ്, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആദാം ആരാണ്? ആദാം? ആദാം ആരായിരുന്നു? ആദാം ദൈവത്തിന്റെ മകനാണ്. മനസ്സിലായോ? ആദാം ദൈവത്തിന്റെ മകനാണ്, യേശു ദൈവത്തിന്റെ പുത്രനാണ്, യേശു ദൈവത്തിന്റെ മകനാണ്. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 3:18 ഒരു വലിയ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുകയാണെങ്കിൽ അതില് വലിയ വംശാവലി പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 3:18
മറ്റു പലതും അല്ല അതിന്റെ ഒരു ഒത്തിരി വായിക്കേണ്ടി വരും ലൂക്കോസ് സുവിശേഷം. ഞാൻ അതിലൊരു 1-2 വാക്യങ്ങൾ മാത്രം പറയാനായിട്ടാ. 3-ാം അധ്യായത്തിന്റെ 38, അതിന്റെ 38 ഒന്ന് ലാസ്റ്റ് വായിച്ചു നോക്കിയാ. കൈനാൻ ഏനോഷിന്റെ മകൻ, ആ. ഏനോഷ് ഷേത്തിന്റെ മകൻ, ഉം. ഷേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ. കേട്ടോ, ആദാം ദൈവത്തിന്റെ മകൻ. അപ്പൊ ഇവിടെ യേശുവിന്റെ വംശാവലിയിലേക്ക് വന്നിട്ട് ഇവിടെ മുകളിലേക്ക് നോക്കുകയാണ്. യേശു താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം അവന് 30 വയസ്സായിരുന്നു എന്ന് അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഏതിന്? ലൂക്കോസ് വിശേഷം 3:23. എന്നിട്ട് പറയാ, അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. എന്നിട്ട് അവിടുന്ന് ഒരു വംശ പാരമ്പര്യത്തിലേക്ക് പോകുന്നത് കാണാം. യോസഫ് ഹേലിയുടെ മകൻ, ഹേലി മത്തത്താവ് ലേവിയുടെ മകൻ, ലേവി മെൽക്കിയുടെ മകൻ. ഇങ്ങനെ പറഞ്ഞ് ഇത് ഒരിക്കലും നമ്മുടെ അപ്പനെ ഓർമ്മയുണ്ട്, അപ്പന്റെ അപ്പനെ ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു. അപ്പനെ ഞാൻ എൻ്റെ അപ്പനെ കണ്ടിട്ടില്ല. നമുക്ക് ഒരു 2 തലമുറ 3 തലമുറ മുമ്പ് വല്ല പേര് ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങള് യേശുവിന്റെ ഈ ഭൂമിയിലെ ജനനത്തിന്, യേശു ഈ ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ജനിച്ച് ഈ ഭൂമിയിലുള്ളവർ യോസഫിന്റെ മകനാണെന്ന് ജനം വിചാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ യോസഫ് ദാവീദിന്റെ ഗോത്രത്തിലുള്ളവരാണ്, ദാവീദിന്റെ വംശാവലിയിൽപ്പെട്ടതാണ്, ദാവീദിന്റെ മകൻ എന്നാ പറയുന്നത്. പക്ഷേ യേശുവിന്റെ ജനനത്തെ കുറിച്ച് പറയുമ്പോൾ ഈ യേശു എങ്ങനെയാണ് ആ വംശപാരമ്പര്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 23 തൊട്ട് 38 വരെയുള്ള വാക്യത്തില് ആദാം മുതലുള്ള വംശപാരമ്പര്യത്തെ കുറിച്ച് പറയാം. അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവസാനം വന്നിട്ട് അവിടെ ഒരു കാര്യം അവിടെ ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ്, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. മനസ്സിലായി ഞാൻ പറയുന്നത്? ദൈവഹൃദയത്തിൽ ആഗ്രഹമായിരുന്നു ദൈവത്തിന് കുറച്ച് മക്കളെ വേണമെന്നുള്ളത്. ആ ആഗ്രഹത്തിലാണ് ദൈവം എന്ത് ചെയ്യുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ചത്. പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചെങ്കിലും ദൈവം അവരിലേക്ക് പകർന്നത് തന്റെ ആത്മാവിനെയാണ്. മനസ്സിലായോ? ദൈവം ആത്മാവാകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. സത്യനമസ്കാരികൾ ദൈവത്തെ ആത്മാവിൻ സത്യത്തിൽ ആരാധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവിനെയാണ് ദൈവം എന്ത് ചെയ്ത് ആദാമിലേക്ക് പകർന്നിരുന്നത്. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ആ ആദാമിൽ നിന്നും ദൈവം ഉണ്ടാക്കിയ ഹവ്വയിൽ കൂടി ഒരു സന്തതി പരമ്പരയെ ഉണ്ടാക്കണമെന്നും ആ ജനമെല്ലാം ദൈവത്തിന്റെ തേജസ്സുള്ള മക്കളായി തീരണമെന്നും ആയിരുന്നു ദൈവഹൃദയത്തിൽ ആഗ്രഹം. മനസ്സിലായോ? പക്ഷേ എന്താ സംഭവിച്ചത്? ഈ ദൈവിക പദ്ധതികളെ മുഴുവൻ ഒരൊറ്റ പാപം കൊണ്ട് തകിടം മറിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നമ്മൾ ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ പറയുന്നു, അത് അവിടെ ഒരു ആപ്പിൾ ഉണ്ടായിരുന്നു, ആപ്പിൾ പൊട്ടിച്ചു തിന്നു മരിച്ചു എന്നാ പറയുന്നത്. നമ്മൾ ചിന്തിക്കും വളരെ ലാഘവത്തോടു കൂടി നമ്മൾ പറയുന്നത്. പക്ഷെ അത് അത്രയും ലാഘവത്തോടു കൂടെ കാണേണ്ട ഒരു കാര്യമല്ല. മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തോടു കൂടെ യുഗായുഗം മരണമില്ലാതെ തേജസ്സിൽ വസിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച് വിഭാവനം ചെയ്ത ഒരു പദ്ധതിയെ എന്ത് ചെയ്തു? പിശാച് അതിനെ മുഴുവൻ തകിടം മറിച്ചു കളഞ്ഞു. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാം, ഒന്നാം മനുഷ്യനായ ആദാം, ഒടുക്കത്തെ ആദാമായ യേശു. മനസ്സിലായോ? ആദാം ഒന്നാം മനുഷ്യനാണ്, ഒടുക്കത്തെ ആദാമായിട്ട് യേശു വന്നത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത്, ഇപ്പോ ഈ ആദാം ദൈവത്തിന്റെ മകനാണ്. പക്ഷെ ആദാം പാപം ചെയ്തപ്പോൾ മാനവരാശി മുഴുവൻ പാപത്തിലായി. അപ്പൊ പാപത്തിലായ മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ സാധിക്കാതിരുന്നപ്പോഴാണ് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുന്ന പോലെ കന്യ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിച്ച് യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത്. അവിടെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 3:22 നമുക്ക് ഇപ്പൊ നമ്മൾ വായിച്ചത് 3:38 ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞ അല്ലെ. 3:22 ഒന്ന് വായിച്ചേക്കേ. ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ശബ്ദം ആദമിനെ കുറിച്ചായിരുന്നു യഥാർത്ഥത്തിൽ വരേണ്ടിരുന്നത്. മനസ്സിലായോ? ആദാം ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ച് ആദാം ദൈവഹിതപ്രകാരമുള്ള ഒരു കുടുംബമായി ഏദൻ തോട്ടത്തിൽ വസിച്ച് ദൈവമായിട്ടുള്ള സംസർഗത്തിൽ വളർന്ന് എന്ത് ചെയ്യണമായിരുന്നു? ഈ കുടുംബം ദൈവത്തിന് പ്രസാദമുള്ള ഒരു കുടുംബമായി, അല്ലെങ്കിൽ ആദാം എന്റെ പ്രിയ മകനാണെന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരേണ്ട ഒരു പദ്ധതിയെയാണ് എന്ത് ചെയ്ത് തകിടം മറിച്ച് മുഴുവൻ നിത്യ നരകത്തിന് അർഹരായി തീർന്നത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് ഇവിടെ പറഞ്ഞു, ആദാം ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞു. ഈ 2 വചനങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ട് നമ്മള് ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നു, നമ്മളിൽ ഒരു വീണ്ടും ജനം ഉണ്ടാകുന്നു അല്ലെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ
അതിന്റെ 1:12 എന്താ പറയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 1:12. 1:12 അവനെ കൈക്കൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇവിടെ പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കണ്ടോ? അപ്പോ ഈ അധികാരത്തില് നമ്മളെല്ലാവരും എന്തായി തീർന്നു? ദൈവത്തിന്റെ മക്കളായി തീർന്നു. ഒരു വീണ്ടും ജനനത്തിൽ കൂടി, അല്ലെ? ഇതെപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ ഇത് എന്നും പറയുന്നതല്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന കാര്യമാണ്. കാരണം പുതിയതായിട്ട് ഇതിലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ കേൾക്കുന്ന വചനത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എഴുതപ്പെട്ട ജീവനും അതിന്റെ മർമ്മവും കിടപ്പുണ്ട്. അത് നമ്മൾ കേൾവിയിൽ എന്ത് ചെയ്യണം? അത് വെളിപ്പെട്ട് നമ്മൾ അതിലേക്ക് കയറി വരണം. മനസ്സിലായോ? അപ്പോ എന്നും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതല്ല, കേട്ടത് വിശ്വാസമായി പരിണമിക്കണം. അല്ലെ, പറയുന്നില്ലേ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ കേട്ടത് അവർ വിശ്വാസമായി പരിണമിച്ചില്ല. നമുക്കെപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ ദൈവഹൃദയ ആഗ്രഹം എന്ന് പറയുന്നത് കേട്ടത് പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ ഇത്തരത്തിൽ ഒരു വീണ്ടും ജനനം പ്രാപിച്ചു. നിങ്ങൾ നോക്കണം, ആദാം ദൈവത്തിന്റെ മകനായിരുന്നു. ആദാമിന് സംഭവിച്ചു? ആദാം വീണുപോയപ്പോൾ മാനവരാശി മുഴുവൻ പാപത്തിലായ മനുഷ്യൻ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. പക്ഷെ അത് ഒരു പുത്രരൂപത്തിലാണ് വന്നത്. കാരണം ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ ജഡസാദൃശ്യത്തിൽ തന്നെ മനുഷ്യനായി വന്നു. പാപമില്ലാത്തവനായി ജനിച്ചു. കാരണം കന്യക ഗർഭം ധരിച്ച് പ്രസവിച്ചു എന്ന് പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത്, സ്ത്രീ പുരുഷ ബന്ധത്തിൽ ജനിച്ചാൽ പാപത്തിലാണ് ജനിക്കുന്നത്, പാപത്തിലാണ് വളരുന്നത്. എന്നാൽ പാപത്തിൽ ജനിച്ച് പാപത്തിൽ വളർന്ന് നിത്യനരകത്തിലേക്ക് പോകുന്ന മാനവരാശിയെ രക്ഷിക്കുവാൻ പാപമില്ലാത്തവനായിട്ട് ആദം ജനിച്ചതുപോലെ തന്നെ ആര് ജനിച്ചു? യേശു ജനിച്ചു. ആദാം ജനിച്ചപ്പോൾ ആദാമിൽ എന്തില്ല? പാപമില്ലായിരുന്നു, അല്ലെ? യേശുവിന്റെ ജനനത്തിൽ യേശുവിൽ എന്തില്ല? പാപമില്ല. യേശു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ആദാം ജീവിച്ചിരുന്ന ആ സാഹചര്യത്തിൽ പാപം അവന് വശീകരിക്കുക ചെയ്യുന്നത്, അല്ലെ? ആദത്തെയും ഹവ്വയും വശീകരിക്കുക ചെയ്യുന്നത്. അതുപോലെ തന്നെ വശീകരണത്തിൽ വന്നു ആരുടെ അടുത്ത്? യേശുവിന്റെ അടുക്കലിട്ട് വന്നില്ലേ? സാത്താൻ വന്നില്ലേ? മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നത്? അപ്പോ അവിടെ എല്ലാം യേശു കർത്താവ് എന്ത് ചെയ്തു? ആ സാഹചര്യങ്ങളൊക്കെ ജയിച്ചു, ജയാളിയായി തീർന്നു. എന്നിട്ട് മാനവരാശി മുഴുവൻ രക്ഷിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പുത്രൻ എന്ത് ചെയ്തു? നിവർത്തിച്ചു. ഈ നിവർത്തിച്ച കാര്യം നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളുടെ ജീവിതത്തെ നമ്മൾ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു? ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ഈ സമർപ്പണത്തിൽ കൂടിയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കുന്നത്? ഒരു പുതിയ ജീവൻ വരുന്നു. മനസ്സിലായോ? അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികളെ കുറിച്ചാണ് എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ടത് നാം എന്ന് പറഞ്ഞ്. നാം എന്ന് പറഞ്ഞൊരു വാക്യം, നാം എന്ന് പറഞ്ഞ എന്താ ഉദ്ദേശിക്കുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിച്ച് യേശുവിനായി സമർപ്പിച്ച് യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച് ദൈവവചനത്തിന്റെ അനുസരണത്തിൽ കൂടി വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ വേർതിരിക്കപ്പെട്ട നാം. അതാണ് ഈ നാം എന്ന് പറയുന്ന അർത്ഥം. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാണ്, നാം തന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? തന്റെ സന്നിധിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്റെ സന്നിധി എന്ന അർത്ഥത്തിലല്ല. നമ്മൾ എവിടേക്കാ പോകുന്നത്? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ് പോകുന്നത്. അന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ നിൽക്കണമെങ്കിൽ ഇന്ന് ഞാൻ എന്ത് ചെയ്യണം? ഈ ബോധ്യത്തിൽ വളരണം. അതായി പറഞ്ഞാൽ അർത്ഥം. അന്ന് പോയിട്ട് എനിക്ക് വിശുദ്ധി പ്രാപിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ഒരു ബോധവുമില്ല. ദൈവം വരുന്നത് പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരായി ചേർപ്പാനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ വിശുദ്ധർ എന്ന് പറയുന്നത് അവന്റെ സന്നിധി നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. ദൈവവചനം പറയുന്നു, പാപം ചെയ്തപ്പോൾ നമ്മൾ സംഭവിച്ച എല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഒരു വ്യത്യാസവും, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി എന്നാണ് റോമാലേഖനത്തിൽ പറയുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്താൽ ദൈവം നമ്മളെ നീതീകരിച്ചു. മാത്രമല്ല സ്വർഗം പ്രഖ്യാപിച്ചു നാം വിശുദ്ധരാണ്. മനസ്സിലായോ? നിങ്ങൾ ഈ ലേഖനം എഴുതുമ്പോൾ ഓരോ ലേഖനത്തിലും നോക്കിയേ, വായിച്ചോട്ടെ. നിങ്ങൾ 1-2 ലേഖനങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചത്. ഈ എഫേസ്യ ലേഖനം തന്നെ തുടങ്ങുമ്പോൾ അതിന്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. എഴുതുന്നത് ആർക്ക് എഴുതുന്നത്? വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, അല്ലെ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എടുത്ത് അതിന്റെ 1-ാം അധ്യായം. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്റ്റനേസും കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്കും ക്രിസ്തു യേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെയും
അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവരോടും കൂടെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായവർക്ക്. പക്ഷെ നിങ്ങൾ ഈ കൊരിന്ത്യ ലേഖനം താഴത്തോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ ദുർനടപ്പുകാരുണ്ട്, ഇല്ലേ? അപ്പന്റെ ഭാര്യ വെച്ചുകൊള്ളുന്നവരുണ്ട്. ഇവരെല്ലാരും എവിടെയുണ്ട്? സഭയിലുണ്ട്. നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ ഈ നമ്മൾ വിശുദ്ധന്മാർ, ഇനി ഓരോ സഭകളും നിങ്ങൾ ലേഖനം എഴുതുമ്പോൾ നോക്കിക്കോ, കൊലോസ്യ ലേഖനം, തെസ്സലോനിക്ക ലേഖനം എല്ലാം എഴുതുമ്പോൾ അവിടെ പറയുന്നത് വിശുദ്ധന്മാർക്ക് 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 എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്തുവാ? പറഞ്ഞ അർത്ഥം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ വിശ്വാസത്താൽ ദൈവം എന്നെ നീതീകരിക്കുകയും എന്റെ പാപക്കറകളെ കഴുകിക്കളയുകയും എന്നെ വിശുദ്ധൻ എന്ന് സ്വർഗം പ്രഖ്യാപിച്ചു. മനസ്സിലായോ? സ്വർഗം പ്രഖ്യാപിച്ചു. ഇനി എന്റെ ഉത്തരവാദിത്തമാണ് ഈ പദവിയെ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. മനസ്സിലായോ? ഇതിനെ പ്രാവർത്തികമാക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് ദൈവം എന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ മക്കളാണ്, കാൺമിൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ഇനി എന്റെ ഉത്തരവാദിത്തമാണ് എന്ത്? ആ ദൈവം പ്രഖ്യാപിച്ചു ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ഒരു ജീവിതം ജീവിക്കണം. ഇതുവരെ നമ്മൾ ജീവിച്ച ഒരു ജീവിതം കണ്ടാൽ അങ്ങനെയല്ലായിരുന്നു ജീവിച്ചിരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ വിശുദ്ധരാണ്. ഇവിടെ പറയാണ് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ എന്തായി തീരണം? നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ഒക്കെ ആകണമെന്ന് പറയുമ്പോൾ ഇവിടെ നാം തിരിച്ചറിയണം. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഞാൻ വിശുദ്ധനൊന്നും അല്ലെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് ദൈവം നമ്മളോട് പറയണം. നിങ്ങളെ ദൈവം വിശുദ്ധീകരിച്ചു. നിങ്ങളുടെ പദവി, നിങ്ങളുടെ പാപത്തിന്റെ കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവം നിങ്ങളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നിങ്ങൾ ദൈവത്തിന്റെ നീതിമാന്മാരാണ്, നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്, നിങ്ങളെ ദത്തെടുത്തിരിക്കുന്നു. ഇതിന്റെ താഴേക്ക് പറയുന്ന അവൻ തിരുഹിത പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മളെ ദത്തെടുക്കേണ്ടതിന്. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഈ നമ്മളെ യേശുക്രിസ്തു ഞാൻ വിശ്വസിച്ചു, ഞാൻ സ്നാനപ്പെട്ടു, ഞാനൊരു പുതിയ സൃഷ്ടിയായത് പറയുമ്പോൾ ഞാൻ ദൈവത്തിന്റെ പൈതൽ നമുക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഇവിടെ മുകളിൽ പറയാ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ ഏറ്റവും വലിയ കോടീശ്വരനായ ഒരു ബിൽ ഗേറ്റ്സ് ഒരു ഒന്നുമില്ലാത്ത ഉഗാണ്ടയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും പാവപ്പെട്ട അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അവിടെ നിന്നും ആ കുഞ്ഞുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും കൊണ്ടുപോയിട്ട് വേറൊരു ലോകത്തേക്കാണ് കൊണ്ടുപോകുന്നത്, അല്ലെ? ദത്തെടുത്ത് കൊണ്ടുപോയി വാർത്തയ്ക്ക് വന്നു. പക്ഷെ ഈ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? നിങ്ങൾ നോക്കിയേ. കാരണം കുഞ്ഞിന്റെ മനസ്സിന് അതൊരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ പാപത്തിന്റെ പടുകുഴിയിൽ കിടന്നിരുന്ന നമ്മളെ യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എനിക്ക് പകരമായിരുന്നെന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ ആ ഒരു വിശ്വാസത്താൽ ദൈവം എന്റെ പാപക്കറകളെല്ലാം കഴുകിക്കളഞ്ഞ് എന്നെ സ്വർഗീയ പൗരനാക്കി എന്ന് പറയുമ്പോൾ എനിക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വർഗീയത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നിന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ പതുക്കെ 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 ഞാൻ കർത്താവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എനിക്കതെല്ലാം ദൈവം നൽകി തന്നിരിക്കുകയാണ്. അതിലെല്ലാം ഉപരിയായി ഈ ദത്തെടുപ്പിനാൽ എനിക്കുണ്ടായിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ഇതെനിക്ക് ലഭിക്കുവാൻ കാരണമായ ഈ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ കൂടി എന്റെ അകത്തു വന്ന ആത്മാവിനെ അനുസരിച്ച് നടന്ന് ഈ സ്വർഗീയ പിതാവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട്. അല്ല, മനസ്സിലായി പറഞ്ഞത്? ദത്തെടുപ്പിനാൽ എന്താ ലഭിക്കുന്നത്? എന്തിനെ ദത്തെടുക്കുമ്പോ എല്ലാ പേപ്പറുകളും കറക്റ്റ് ആകുന്നത്? ആ അപ്പനിലും അമ്മനിലുള്ള എല്ലാ, അല്ലെങ്കിൽ ആ എടുത്തോണ്ട് പോകുന്ന വ്യക്തിക്കുള്ള എല്ലാ അവനുള്ള സ്വത്തിലൊക്കെ ഈ എടുത്തുകൊണ്ട് പോകുന്ന കുഞ്ഞ് അർഹനാണെന്ന് വരുത്തി തീർക്കാൻ, അല്ലെ? അപ്പോ ഇവിടെ നമ്മൾക്ക് സ്വർഗത്തിൽ അനുഗ്രഹങ്ങൾ വെച്ചു എന്ന് പറയുമ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം ഓടുന്ന പലരും ഉണ്ട്. എന്തിനാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് വെച്ചിരിക്കുന്നത്? ഈ അനുഗ്രഹം വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഇതിലേക്ക് എന്ത് ചെയ്യണം? കയറ്റണം. ഈ അനുഗ്രഹത്തിലേക്ക് നമ്മൾ പ്രവേശിപ്പിക്കപ്പെടണം. വേണ്ടേ? ഈ അനുഗ്രഹത്തിനൊത്തോളം നമ്മൾ ജീവിക്കണം. അതുകൊണ്ടാണ് ഇതിന്റെ ഇടയിൽ ഓരോരോ വാക്കുകൾ എഴുതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മുകളിൽ പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത്. എന്താണ്? നിങ്ങൾ വിശുദ്ധരാകണം. മനസ്സിലായോ? അതുകൊണ്ട് ദൈവജനം വിശുദ്ധി അവന്റെ ആലയത്തിന് ഉചിതമാണ് എന്ന് പറയാ. ഇനി നിഷ്കളങ്കരാകണം. ഈ നിഷ്കളങ്കരാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അകത്ത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിട്ടുള്ള വ്യാജവും കള്ളത്തരവും നുണയും ബോൾട്ടും ഒക്കെ ഉണ്ട്. മനസ്സിലായോ? ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തി തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോയെങ്കിൽ ഇത് നടക്കത്തുള്ളൂ. അതിനാണ് ഈ നിഷ്കളങ്കരാകുക എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനം തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കത്തില്ല. അപ്പൊ നമ്മൾ ദൈവരാജ്യത്തിലല്ലേ? പിന്നെ ദൈവരാജ്യം പ്രവേശിക്കത്തില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തുവാ? പറഞ്ഞു മനസ്സിലായോ? ഇന്ന് നമ്മള് അകത്താണ് ദൈവരാജ്യം. യഥാർത്ഥത്തിൽ ഈ ദൈവരാജ്യമാണോ? അല്ല. വരുവാനുള്ള ദൈവരാജ്യത്തിൽ, നിത്യമായ ദൈവരാജ്യത്തിൽ
ദൈവത്തോടു കൂടെ വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണ്ടേ? അങ്ങനെ പ്രവേശിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ അകത്ത് വന്ന ദൈവരാജ്യത്തിനൊത്തവണ്ണമുള്ള ഒരു ജീവിതം ഞാൻ ജീവിക്കണം. അതിൽ എൻ്റെ അകത്ത് ഞാൻ നിറയ്ക്കേണ്ട കാര്യങ്ങളാണ്: ഞാൻ വിശുദ്ധരാകണം, ഞാൻ നിഷ്കളങ്കരാകണം, ഞാൻ കുറ്റമില്ലാത്തവരാകണം, ദൈവത്തിന്റെ എല്ലാ നിറവിലേക്ക് ഞാൻ നിറഞ്ഞു വരണം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പുത്രൻ എന്ത് ചെയ്തത്? ഈ ഭൂമിയിൽ വെളിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് യേശു 33 വർഷം ജീവിച്ചപ്പോൾ ആരെയും പ്ലീസ് ചെയ്തില്ല, വ്യക്തികളെല്ലാം പ്ലീസ് ചെയ്തത്, സ്വർഗത്തെ പ്ലീസ് ചെയ്തത്. മനസ്സിലായോ? അതുകൊണ്ടാണ് സ്വർഗം പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ജീവിതത്തിലും അതുകൊണ്ട് ഈ അകത്ത് ദൈവരാജ്യം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. അകത്ത് ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ട് അകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് അകത്ത് സ്ഥാപിതമായ നിയമങ്ങൾക്ക് അനുസരിച്ച് ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ അവിടെയാണ് ആ വ്യക്തി എന്ത് ചെയ്യുന്നത്? മനസ്സ് പുതുക്കി അവൻ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ച വിശുദ്ധിക്കൊത്തവണ്ണം ജീവിക്കുന്നത്, നിഷ്കളങ്കൻ എന്ന് പ്രഖ്യാപിച്ച നിഷ്കളങ്കതയിലേക്ക് വളർന്നു വരുന്നത്. മനസ്സിലായി? കുറ്റമില്ലാത്തവനെന്ന് ആരോപിച്ച നിങ്ങളിൽ ആരെന്നെ കുറ്റം വരുത്തും, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുമെന്ന് പറയുന്ന ഒരു പ്രാഗൽഭ്യത്തിലേക്ക് വളരുന്നത്. ഇച്ചിരി കട്ടിയായിട്ട് തോന്നുന്നുണ്ടോ? കട്ടിയൊന്നുമല്ല, ഇതെന്നും പറയുന്ന കാര്യം തന്നെയാണ്. മനസ്സിലായി പറയുന്നത്? അപ്പോ വിശുദ്ധരാണ്, നിഷ്കളങ്കരാണ്, കുറ്റമില്ലാത്തവരാണ്. ഈ ഒരു അനുഭവത്തിലേക്ക് കേട്ടോ, നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകേണ്ടതിന് എന്ത് ചെയ്തു? അവൻ ലോകസ്ഥാപനത്തിനു മുൻപേ, ഇതൊക്കെ വായിച്ചത് നിങ്ങള്, ലോകസ്ഥാപനത്തിനു മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നോക്കിയേ, ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മൾ തിരഞ്ഞെടുത്തത് എന്തെങ്കിലും ഇവിടുത്തെ കുറെ വീടും കാറും ഇവിടുത്തെ പേരും പ്രശസ്തിയും ഇവിടെ അല്ലെ? കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്ത് വരുമ്പോ കർത്താവ് പറയുന്നുണ്ട്, എന്നെ നിങ്ങൾ എന്ത് ചെയ്യരുത്, എന്നെ ഇതാക്കരുത്, എന്നെ യേശു പറയുന്നുണ്ട് അല്ല, പതുക്കെ അവന്റെ പ്രസിദ്ധി വരാൻ തുടങ്ങിയപ്പോൾ യേശു പറയാണ്, എന്നെ പ്രസിദ്ധമാക്കരുത്. ഇന്ന് എല്ലാവരും എന്ത് ചെയ്യാണ്? തന്നെ പ്രസിദ്ധമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്യുന്നില്ല? തന്നെ പ്രസിദ്ധമാക്കുന്നില്ല. മറിച്ച് താൻ ദൈവത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്, പ്രസിദ്ധമാക്കുന്നതല്ല. മനസ്സിലായോ? അപ്പോ കാരണം ഈ പ്രസിദ്ധമാക്കാനായിട്ട് കർത്താവ് പറയണ, എന്നെ പ്രസിദ്ധമാക്കരുത്. പിശാച് വന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രസിദ്ധിപ്പെടുത്താനായിട്ട് നീ എന്ത് ചെയ്യാ? നീ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്ന് ചാട്, നീ ഒരു അത്ഭുതം ചെയ്താൽ എന്ത് സംഭവിക്കും? നീ പ്രസിദ്ധനാകും. മനസ്സിലായില്ലേ? അപ്പോ പക്ഷെ അവന്റെ ശ്രുതി എന്ത് ചെയ്തിരുന്നു? അവിടെ എല്ലാം പരന്നിരുന്നു. പരക്കുന്നതും പ്രസിദ്ധമാക്കുന്നതും രണ്ടു തരം വ്യത്യാസമാണ്. മനസ്സിലായോ? അപ്പോ അത് ദൈവം ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ പിശാച് എപ്പോഴും ചെയ്യുന്നത് പ്രസിദ്ധമാക്കാനായ. അപ്പൊ യേശു പറഞ്ഞ എന്നെ പ്രസിദ്ധം ആക്കരുത്. മനസ്സിലായോ? അപ്പോ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ, പ്രസിദ്ധമാകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിയുമ്പോൾ ദൈവം നമ്മളുടെ അകത്ത് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ക്രിസ്തുവിൽ അല്ലെങ്കിൽ ദൈവം നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഉള്ള ആ സംഭവം അങ്ങനെ ചെയ്യും, മാറിപ്പോകും. മനസ്സിലായോ? അപ്പൊ പ്രസിദ്ധിയൊക്കെ ഉണ്ടാകും, പക്ഷെ ദൈവ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കത്തില്ല. അപ്പൊ ദൈവം ഉദ്ദേശിച്ച പോലെ നമ്മൾ ആയിത്തീർന്നില്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ എന്ത് ചെയ്യത്തില്ല? ഒതുക്കപ്പെടുത്തില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ ഈ ഒരു ബോധ്യം ഉണ്ടാകണം. അപ്പൊ ഇവിടെ പറയാണ്, നിങ്ങൾ വിശുദ്ധരും നിഷ്കളങ്കരും. കേട്ടോ, നിഷ്കളങ്കൻ എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ ആയിത്തീരുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതായിരിക്കുക. ഇത് ഈ ലോകത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? തീർച്ചയായിട്ടും നടക്കാത്ത കാര്യം കർത്താവ് ഒരിക്കലും പറയത്തില്ല. കാരണം ഇത് നടക്കില്ല എന്ന് നമ്മുടെ അകത്തിരുന്ന ഒരാൾ പറയാ. അതാരാ പറയുന്നത്? നടക്കത്തില്ലെന്ന് നമ്മളകത്തിരുന്ന് പറയുന്ന ആളാരാ? പഴയ മനുഷ്യൻ. ഇത് നിയന്ത്രിക്കുന്ന ശക്തി ആരാ? പിശാചാണ് ഇരിക്കുന്നത്. കാരണം പത്രോസ് പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഭവിക്കല്ലേ. യേശു കർത്താവ് വന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്ര ചിന്തിക്കുന്നത്. സാത്താനെ നീ എന്നെ വിട്ടു പോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ വചനവിരുദ്ധമായിട്ടൊരു ചിന്ത വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം സാത്താനാണ്. മനസ്സിലായോ? അപ്പോൾ സാത്താൻ നമ്മുടെ അകത്തിരുന്നും കൊണ്ട് അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനല്ല എന്ത് ചെയ്യേണ്ടത്? അപ്പോൾ തന്നെ നമ്മൾ അതിനെ തിരുത്തണം, മനസ്സ് പുതുക്കണം. ദൈവവചനം എന്ത് പറയുന്നു അതാണ് വിശ്വസിക്കേണ്ടത്. നമ്മളുടെ ഈ പാപത്താൽ മലിനമാക്കപ്പെട്ട ബുദ്ധി പറയുന്നതല്ല കേൾക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പറയാണ്, നമ്മൾ വിശുദ്ധരാകണം, നിഷ്കളങ്കരാകേണ്ടതിനാണ് അവർ ലോകസ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തത്. നമ്മൾ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:14 ഒന്നുകൂടി വായിക്കാം.
വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളും ആകേണ്ടത്. ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളാകണം. എവിടെ ആകണം? ഈ ലോകത്താകണം. അവിടെയാണ് എടുത്തു പറയുന്നത് വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ. അപ്പോൾ ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ എങ്ങനെ ജീവിച്ചിരുന്നത്? യേശുവിനെ അറിയുന്നതിനും എങ്ങനെ ജീവിച്ചിരുന്നത്? അതേ വക്രതയിലും കോട്ടതയിലായിരുന്നു. നമ്മൾ തോന്നലേ ഞാൻ അത്ര മോശക്കാരനൊന്നും അല്ല കേട്ടോ, അവനെ പോലെ അല്ലട്ടോ, ഇവനെ പോലെ അല്ലട്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് തന്നെ ഞാൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ലത്. പക്ഷെ ഈ വക്രതയും കോട്ടമുള്ള ഒരു തലമുറ ജീവിക്കുന്ന ഓരോ വ്യക്തികളും വക്രതയിലും കോട്ടയിലും തന്നെ ജീവിക്കുന്നത്, വ്യാജത്തിലും നുണയിലും കളവിലും തന്നെ ജീവിക്കുന്നത്, മറ്റുള്ളവനെ പോലെ അല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പൊ എന്ത് സംഭവിച്ചു? അതിന്റെ നടുവിൽ നമ്മൾ വിളിച്ചു വേർതിരിച്ചു, നമ്മളെ വീണ്ടും ജനനം നൽകി, പരിശുദ്ധാത്മാവിനെ നൽകി, യേശു രക്തം കഴുകി നമ്മളെ പുതിയ സൃഷ്ടിയാക്കി തീർത്തു. എന്നിട്ട് പറയാ ഇപ്പോൾ എന്നിട്ട് നിർത്തിയിരിക്കുന്ന എവിടാ? ശ്രദ്ധിക്കണം, അവിടെ തന്നെ നിർത്തിയിരിക്കുന്നത് വക്രതയും കോട്ടമുള്ള അതേ തലമുറയുടെ നടുവിലാണോ? വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അനിന്യരാകണം. കണ്ടോ വ്യത്യാസം? മനസ്സിലാകുന്നുണ്ട്? അതല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയി വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുപോയല്ല, വേറൊരു സ്ഥലത്ത്, മനസ്സിലായോ? വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ആരും അറിയാത്ത ഒരു സ്ഥലത്തോട്ട് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അറിയാത്ത, പക്ഷെ നമ്മളായിരിക്കുന്ന അതേ ബന്ധങ്ങളിൽ, വ്യക്തി ജീവിതങ്ങളിൽ. അപ്പൊ നമ്മളുടെ പഴയ മനുഷ്യനെ ആർക്കറിയാം? ചുറ്റുമുള്ള ആളുകൾക്ക് അറിയാം. മനസ്സിലായോ? ഇന്ന് നമ്മളിൽ വരുന്ന മാറ്റം കാണുമ്പോഴാണ് അവർ പറയുന്നത് ഇതിലൊരു മാറ്റമുണ്ട് എന്ന് പറയാനായിട്ട് ഇടയായി തീരണം. മറിച്ച് അതേ പരിപാടി തന്നെ, പഴയ വീഞ്ഞും പുതിയ തുരുത്തിയും പഴയ വീഞ്ഞും തന്നെയാണെങ്കിൽ ഞാൻ പറച്ചിലുകൊണ്ട് ഞാനൊരു വീണ്ടും ജനം പ്രാപിച്ചു എന്ന് പറയുന്ന വ്യക്തിയാവുകയും എന്റെ വ്യക്തി ജീവിതം കൊണ്ട് എനിക്കൊരു മാറ്റം വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിമിത്തം ദൈവനാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടും. ഭയങ്കര ഏറ്റവും പ്രശ്നമുള്ള കാര്യമാണത്. കാരണം കർത്താവ് പറഞ്ഞല്ലോ, അയ്യോ ഇടർച്ച വരുത്തുന്നവർക്ക് അയ്യോ കഷ്ടം. മനസ്സിലായി? ഇടർച്ച വരുന്ന പറഞ്ഞ എന്താ അർത്ഥം? നമ്മൾ പറയാണ് ഞാൻ വീണ്ടും ജനിച്ചതാണ്, ഞാൻ കർത്താവിനോടാണ്, അല്ലെങ്കിൽ നമ്മളുടെ പലരും ഇപ്പൊ ഡ്രസ്സിങ് കൊണ്ട്, അല്ലെങ്കിൽ വസ്ത്രധാരണം, ശബ്ദം, പുറമെയുള്ള സംഭാഷണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെ വെളിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ പറയും ഞങ്ങൾ വേർപെട്ടവരാണെന്നൊക്കെ പറയുമ്പോൾ എത്രയോ വലിയ ഉത്തരവാദിത്വമാണ് നമ്മുടെ മേൽ ഉള്ളതെന്നറിയാവോ? നമ്മൾ ക്രിസ്തുവിന്റെ അംബാസിഡേഴ്സ് ആണ്, യേശുവിനെ വെളിപ്പെടുത്തുന്ന പത്രങ്ങളാണ്. നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ ജീവിക്കേണ്ടത്. ഒരിക്കലും നമ്മൾ ദൈവത്തിന്റെ നാമത്തെ ദൂഷിക്കപ്പെടുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. മനസ്സിലായോ? അതാ പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്ന് പറഞ്ഞാൽ ഏത് വിധേയനെയും നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും നോട്ടം കൊണ്ടും കാഴ്ച കൊണ്ടും ഒക്കെ ദൈവനാമത്തെ ദുഷിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമുക്കറിയുന്നില്ല, പിശാചിന് അറിയാവുന്നതുകൊണ്ട് പിശാച് നമ്മളുമായി ബന്ധപ്പെടുന്ന വ്യക്തികളിൽ കൂടി ഏത് വിധേയനെയും വചനത്തെ വയലേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വചനത്തെ ലംഘിക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുക. ഇതാണ് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം. അവിടെ വചനം ലംഘിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ല, ഈ നമ്മളോട് കൂടെയുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മളോടുള്ള ബന്ധുക്കാർ, നമ്മുടെ മാതാപിതാക്കൾ, കൂട്ടുകാർ, ചാർച്ചക്കാർ, ഇവരൊക്കെ നോക്കുമ്പോൾ ഇവർ ഉള്ളിലൊരു കാര്യം കുറിച്ചു വെക്കുന്നുണ്ട്. എന്താ കുറിച്ചു വെക്കുന്നത്? ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലാവുണ്ടോ? ആരായാലും പിന്നിൽ പ്രവർത്തിക്കുന്നത്? പിശാചാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നാളെ ഒരു സമയത്ത് യേശുവിനെ അവരുടെ മുമ്പിൽ പ്രാഗൽഭ്യത്തോട് വെളിപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം എന്താ? നമുക്ക് സാക്ഷ്യമുള്ളൊരു ജീവിതമില്ല. സാക്ഷ്യമുള്ളൊരു ജീവിതം നമ്മൾക്ക് എല്ലായ്പ്പോഴും, എന്നാൽ മാത്രമേ നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അതാണ് യേശുവിന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ആരെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ നമ്മളൊരു വിശുദ്ധ ജീവിതം നയിക്കുമ്പോൾ പലതും നമുക്ക് നഷ്ടപ്പെടും. പക്ഷെ ഒരു സാഹചര്യം വരുമ്പോൾ പ്രാഗൽഭ്യത്തോടെ നിന്നിട്ട് പറയാൻ പറ്റും. അങ്ങനെ പ്രാഗൽഭ്യത്തോടെ നിന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നമ്മളാക്കിയിരിക്കുന്നത്. പക്ഷെ നേർപങ്ക ആളുകൾക്ക് അത് അറിയത്തില്ല. അവരെന്ത് ചെയ്യാണ്? ഒരു സാഹചര്യം വരുമ്പോൾ ആ പാപത്തിൽ അവർ രസിക്കുന്നത് പോലെ രസിക്കുവാനും അവർ പോകുന്ന വഴിയിൽ പോകുവാനും ഒക്കെ ഇടവരുത്തുമ്പോൾ ദൈവം നൽകി തരുന്ന അവസരങ്ങളെ തള്ളിക്കളയാണെന്ന് മനസ്സിലാക്കുക. കാരണം അതിനൊക്കെ ഒരു സമയം വെച്ചിട്ടുണ്ട്. അവന്റെ ബലമുള്ള കൈക്കീഴി താണിരിപ്പിൻ, അവൻ നിനക്ക് തക്ക സമയത്ത് ഒരു അവസരം തുറന്നു തരും. മനസ്സിലായോ? ആ അവസരത്തിലാണ് എന്ത് ചെയ്യുന്നത്? അധികാരത്തോടെ വചനം പറയാൻ പറ്റുന്നത്, അധികാരത്തോടെ യേശുവിനെ വെളിപ്പെടുത്താൻ പറ്റുന്നത്. അത് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇവിടെ പറയാണ്, വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ നിന്ന് നമ്മളെ എടുത്ത്, നമ്മളെ കഴുകി ശുദ്ധീകരിച്ച്, നമ്മളുടെ പദവി എന്താണെന്ന് വെളിപ്പെടുത്തി, നമ്മളെ നീതീകരിച്ച്, സ്വർഗത്തിലെ മഹത്വം നമുക്ക് വെളിപ്പെടുത്തിയിട്ട് അതേ സ്ഥലത്ത്, അതേ ഭവനത്തിൽ, അതേ കോളേജിൽ, അതേ ജോലി സ്ഥലത്ത്, അതേ ബിസിനസ് മേഖലയിൽ, അതേ ഭാര്യയുടെ മുമ്പിൽ, അതേ ഭർത്താവിന്റെ മുമ്പിൽ, മക്കളുടെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിൽ, വീട്ടുകാരുടെ മുമ്പിലൊക്കെ നമ്മളെ നിർത്തിയിരിക്കുക. ഇനിയാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ത്? യേശുവിനെ വെളിപ്പെടുത്തുക എന്നുള്ളത്. അതാണ് ഇവിടെ പറയുന്നത്. കണ്ടോ? വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും. കണ്ടോ?
പരമാർത്ഥികൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരമാർത്ഥ ഹൃദയത്തിന്റെ ഉടമയായി തീരണം. പ്രാഗൽഭ്യമുണ്ടോ നമുക്ക്? കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് കർത്താവ് വന്നാൽ പോകുമെന്ന് ഉറപ്പുള്ള എത്ര പേരുണ്ട്? പോകുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പോകത്തില്ല. പോവോ? അങ്ങനെയൊന്നും പോകത്തില്ല. പോകുമെന്ന് ഞാൻ കർത്താവ് വരുമ്പോൾ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? അത് എന്റെ വിശ്വാസമാണ്. പക്ഷെ ആ വചനത്തിൽ പറയുന്ന അനുസരിച്ച് ഞാൻ നടന്നെങ്കിലേ പോകത്തുള്ളൂ. അതല്ലെങ്കിൽ ഒന്നും പോകത്തില്ല. കൈവിടപ്പെട്ടു പോകുന്ന വലിയൊരു കൂട്ടമുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ് അനിന്യരും പരമാർത്ഥികളും. അടുത്തത് ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന്. നിഷ്കളങ്ക മക്കൾ ആണോ? ആകേണ്ടതിന്. കേട്ടോ? എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. പിറുപിറുപ്പില്ല, വാദമില്ല. എന്ത് ചെയ്യണം? അത് കർത്താവിനൊന്നും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിഷ്കളങ്കമായ ഒരു ഹൃദയം എന്നിൽ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇത് വരുമ്പോൾ പിറുപിറുപ്പ് വരും, വാദം വരും, സ്വയരീതി വരും, ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ഇവിടെ പറയാ എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. എന്നിട്ട് പറയാം അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. എവിടെയാണ് ഈ ജീവന്റെ വചനം പ്രമാണിക്കേണ്ടത്? നിങ്ങളിപ്പോ വായിച്ചു വെക്കും. നിങ്ങൾ 14, 15 വായിച്ചിട്ട് എവിടെയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജീവന്റെ വചനം പ്രമാണിക്കേണ്ടത്? നടുവിൽ എവിടെ? ഹൃദയം കോട്ടയുള്ള നടുവിൽ എന്താ വന്നത് അവിടെ യഥാർത്ഥത്തിൽ? വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാനായിട്ട് അവസരം എവിടാ അവിടെ എഴുതിയിരിക്കുന്നത്? പിറുപിറുപ്പും വാദവും. ഈ പിറുപിറുപ്പും വാദവും വരേണ്ടടുത്ത് എന്തായിരുന്നു വരേണ്ടിയിരുന്നത്? ജീവന്റെ വചനം പ്രമാണിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. മനസ്സിലായോ? ഒത്തിരി പ്രാവശ്യം കേട്ടിട്ടുള്ള കാര്യമല്ലോ നമ്മൾ ഈ വചനങ്ങളൊക്കെ, കാണാതെ അറിയാവുന്നതാ. ഇവിടെ എന്ത് പറയുന്നത്? ജീവന്റെ വചനം പ്രമാണിക്കേണ്ടടുത്ത് ജീവന്റെ വചനം പ്രമാണിക്കേണ്ടതിന് പകരം എന്നിൽ നിന്നും പിറുപിറുപ്പും വാദവും വന്നെങ്കിൽ അവിടെ ഞാൻ വീണെടുക്കുക. മനസ്സിലായോ? അതുകൊണ്ടാണ് പറയുന്നത് നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയങ്ങളൊക്കെ ഉള്ളവരായി തീരാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വചനം പ്രമാണിക്കാൻ പറയുന്നത്. മറിച്ച് വചനം പ്രമാണിക്കാനുള്ള അവസരത്തിന്റെ നടുവിൽ പിറുപിറുപ്പുമാണ് വാദവുമാണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? രൂപാന്തരം അവിടെ പോയി വീണെടുക്കുക. എത്ര നാൾ കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. വട്ടം ചുറ്റി ഇസ്രായേൽ മക്കൾ 40 വർഷമാണ് മല ചുറ്റിയത്. 10 ദിവസം കൊണ്ട് കടന്നു ചെല്ലാവുന്ന രൂപത്തിൽ 40 വർഷം. നിങ്ങൾ അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തേക്ക്. 40 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവൊന്നുമല്ല. ഈ പിറുപിറുപ്പ് കൊണ്ടാണ് ഈ 40 വർഷം ചുറ്റിയത്. അവർക്ക് വേണ്ടി ഒരു കാൽവരി ക്രൂശിൽ യേശു മരിച്ചിട്ടില്ലായിരുന്നു. നിങ്ങൾ മറന്നു വരുത്തിയ കാര്യമൊന്നും. കാൽവരി ക്രൂശിൽ യേശു മരിച്ചിട്ടില്ലായിരുന്നു. അവർക്ക് വേണ്ടി മന്ന പൊഴിച്ചു, 10 അത്ഭുതങ്ങൾ മോശം ചെയ്തു, ചെങ്കടൽ പിളർത്തി അവരെ കടത്തി. അവർ ചെയ്തതിൽ എന്തുകൊണ്ട് തെറ്റുള്ളത്? സാധാരണ മനുഷ്യർ പിറുപിറുക്കത്തില്ലേ? അല്ലേ? അവർക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ഒരു യേശു യാഗമായിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ ആ പിറുപിറുപ്പിന് വേണ്ടി അവർ 40 വർഷം നടന്നെങ്കിൽ ഇന്ന് നമ്മളെ സ്വന്തം പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്ത് ആ വിശ്വാസത്തിൽ, ആ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ വീണ്ടെടുത്ത് നമ്മളെ ഇന്ന് ഈ ലോകത്ത് ആക്കിയിരിക്കുന്നെങ്കിൽ അത് ജ്യോതിസുകളെ പോലെ പ്രകാശിക്കാൻ വേണ്ടിയാ. അതല്ലാതെ ചുമ്മാ ഉഴപ്പന്മാരായിട്ട് നടക്കാൻ വേണ്ടിയിട്ടല്ല. മനസ്സിലായോ? കർത്താവ് വരാനും തേജസ്സിൽ എടുക്കപ്പെടാനൊക്കെ എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെയൊന്നും പോവുകയല്ല അവിടേക്ക്. മനസ്സിലായോ? അതിൻ്റെതായിട്ടുള്ള നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചെറിയ കാര്യമൊന്നുമല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാതെ, ക്രൂശിക്കാതെ, മരിക്കാതെ, ഏൽപ്പിച്ചു കൊടുക്കാതെ, യേശു വെളിപ്പെടാതെ ഒന്നും പോത്തൊന്നുമില്ല. മനുഷ്യപുത്രം വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിച്ചത് യേശു വെറുതെ ചോദിച്ചതൊന്നുമല്ല. വളരെ വളരെ ചുരുക്കം. എന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കർത്താവ് എല്ലാവരും ഈ ഒരു അനുഭവത്തിലേക്ക് വരണമെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, ഇത് കേൾക്കാത്തത് കൊണ്ടാണോ വരാത്തത്? വചനം കേൾക്കാത്തത് കൊണ്ടാണോ? നമ്മൾ പറയും ട്രഡീഷണൽ ചർച്ചുകളുടെ പ്രശ്നമാണ്. ട്രഡീഷണൽ ചർച്ചുകളിൽ പറയുന്ന വചനങ്ങളില്ലേ, അവിടെ വചനം പറയുന്നില്ലേ? അവിടെ പറയുന്ന എത്ര വചനം അവരനുസരിക്കുന്നുണ്ട്. വചനം കേൾക്കാത്തതല്ല ഇപ്പൊ പ്രശ്നം. മനസ്സ് പുതുക്കുന്നില്ല, ഇവിടത്തോട് ചേർന്ന് നടക്കാൻ ആഗ്രഹമില്ല, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹമില്ല. മനസ്സിലായോ? അപ്പോ അവരെ 40 വർഷം നടത്തി വെറും 10 ദിവസം. കാരണം യോസഫിന്റെ മക്കളൊക്കെ
ഈ മിസ്രൈമിൽ വന്ന് ധാന്യം മേടിച്ച് പോയ സംഭവങ്ങളുണ്ട് അവിടെ. അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇപ്പൊ എന്നെ പിടിച്ച് ഇവിടെ ആയില്ലെങ്കിൽ ഞാനിപ്പോ ഒരു പ്രാവശ്യം പോയി വരേണ്ട സമയം കഴിഞ്ഞു. അതേ സ്ഥലത്തേക്കാണ് ഈ കാര്യം പറയുന്നത്, അവിടേക്കാണ് ഈ കൊണ്ടുപോകുന്നത്. ഒരു 40 വർഷം ചുറ്റിച്ചു തരും, 40 വർഷം. അതിന്റെ കാരണം പറയുന്നത് അവരുടെ പിറുപിറുപ്പാണ്. ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പറയണ്ട. പിറുപിറുപ്പ് എന്ന് പറഞ്ഞാൽ എന്റെ അകത്തുള്ള സംഭാഷണം, ദൈവമായുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള കാര്യത്തിൽ, നിന്റെ അകത്ത് ഓരോ സാഹചര്യങ്ങളിൽ നീ എന്തോ സംസാരിക്കുന്നത്, നിന്റെ ഹൃദയം തൃപ്തിയുള്ളതാണ്. ഓരോ കാര്യത്തിലും ഞാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും, അത് നമുക്ക് വന്നില്ലെങ്കിൽ പിറുപിറുപ്പ് വരും. ഒരു കാര്യത്തിന്റെ നടുവിൽ, ഒരു സാഹചര്യത്തിന്റെ നടുവിൽ അതിന് ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നന്മ, അത് എന്താണോ നമ്മൾ പറയുന്നത് അതാണ് ഞാൻ എന്ന് പറയുന്നത്. അത് പുറത്ത് വെളിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ അവരുടെ പിറുപിറുപ്പ് അവർ 40 വർഷം നടത്തിയെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നത് കണ്ടോ, അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം ഈ ജീവന്റെ വചനം പ്രമാണിക്കുന്നത് ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ? ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് 2 ദിവസം എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ 3-ാം ദിവസം ആരെങ്കിലും വെളിപ്പെടുത്തണം, ഞാനത് ചെയ്തു. ഇവിടെ ആരും കാണാൻ വേണ്ടിയിട്ടല്ല, ആരും കാണിക്കാൻ വേണ്ടിയിട്ടുമല്ല, കാണുന്നൊരു ദൈവമുണ്ട്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ദൈവ ശുശ്രൂഷകൻ എന്ന് വിചാരിച്ച്, പ്രവാചകൻ എന്ന് വിചാരിച്ച് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലം കാണാതെ പോകത്തില്ല. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞത് എല്ലാം കാണുകയും രേഖപ്പെടുത്തുകയും എല്ലാത്തിനും പ്രതിഫലം തരുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ഒരു വ്യക്തിയുടെ തിരിച്ചറിവാണ് ആ വ്യക്തിയെ ശിഷ്ടജീവിതം ഭയത്തോടും വിറയലോടും കൂടെ വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് സഹായിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ നിസ്സാര കാര്യമായിട്ട് ഇതിനെ കാണരുത്. ഇതിന് ആർക്കും ഇതിനൊരു മൂല്യമില്ല. എനിക്കറിയാം, ഇത് കേൾക്കാനും ഇതനുസരിച്ച് നടക്കാനും താല്പര്യമുള്ളവർ തുലവും കുറവാണ്. ഇല്ലെന്ന് തന്നെ പറയാം. എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, എന്റെ കുടുംബം മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സഭ മാത്രമേ ഉള്ളൂ എന്നല്ലേ പറഞ്ഞതിനർത്ഥം. കാരണം ദൈവഹൃദയത്തിൽ ആഗ്രഹം ആരും നശിച്ചു പോകരുതെന്നായിരിക്കെ ആ ഒരു വെളിപ്പാടിനൊത്തവണ്ണം ഉള്ളവരില്ലെന്ന്, അതാ ഞാൻ പറഞ്ഞ അർത്ഥം. ദൈവഹൃദയത്തിൽ ആഗ്രഹം എന്താ? ആരും നശിച്ചു പോകരുത്. അപ്പൊ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന അനുഭവത്തിലുള്ളവർ വളരെ 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 ചുരുക്കമെന്നേ പറഞ്ഞതിനർത്ഥം. മനസ്സിലായി? അപ്പൊ ഇതെന്തിനാ പിന്നെയും ഇത് പറയുന്നത്? കർത്താവിന്റെ വരവ് അടുക്കും തോറും വ്യക്തിപരമായിട്ട്, ഇത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ എത്ര ഹൃദയപൂർവ്വം പറഞ്ഞാലും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കയറി വരണമെങ്കിൽ നിങ്ങൾ ദൈവമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. അതല്ലാതെ ഒന്നും നടക്കില്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളോടും വ്യക്തിപരമായി പറയാനുള്ള കാര്യം ഇതാണ്. വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിക്ക് ദൈവമായിട്ട് ബന്ധമില്ലെങ്കിൽ ഈ പറയുന്ന എന്ത് കേട്ടിട്ടും ഒരു കാര്യമില്ല. ഒരു വ്യക്തിയെയും നമുക്ക് ഇടിച്ചു കുത്തി കൊണ്ടുപോകാൻ പറ്റത്തില്ല. മറിച്ച് ദൈവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള, അതിനാണ് വസിക്കുക, അവനിൽ വസിക്കുക, അവനോട് ചേർന്ന് നടക്കുക, അവന്റെ ആത്മാവിനെ, ഇതൊക്കെ പറഞ്ഞതിനർത്ഥം. അങ്ങനെയുള്ളൊരു ബന്ധമുള്ള ഒരു വ്യക്തിയെ കണ്ടാൽ നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ബന്ധമുള്ളൊരു വ്യക്തി അവർ ഒരിക്കലും പാപത്തിൽ പോയിട്ട് രസിക്കത്തില്ല, അവർ തെറ്റായ വഴികളിൽ പോകത്തില്ല. അവരെപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ശരിയാ, ലോകമുണ്ട്, ലോകത്തിന് മോഹങ്ങളുണ്ട്, അതിന് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളുണ്ട്. അതിലൊന്നും രസിക്കാതെ അതിൽ നിന്നൊക്കെ മാറി എന്റെ കർത്താവ് നിന്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് വരാനുള്ള ഒരു വലിയ ആഗ്രഹം ഉണ്ടാവും. അങ്ങനെ ഒരു ആഗ്രഹം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് അവന്റെ വ്യക്തി ജീവിതത്തിൽ വെളിപ്പെട്ടിരിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. മനസ്സിലായോ? എനിക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്താണോ ഉള്ളോ അത് വ്യക്തി ജീവിതത്തിലും പ്രവൃത്തികളിലും വെളിപ്പെട്ടു വരും. അത് ആ വ്യക്തിയുടെ നടപ്പിൽ, ബന്ധങ്ങളിൽ, എല്ലാ മേഖലകളിലും അത് വെളിപ്പെട്ടു വരും. മനസ്സിലായില്ലേ? അപ്പോ ഇത് വ്യക്തിപരമാണ്. അതുകൊണ്ട് ഇവിടെ പറയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആകണം. അതുകൊണ്ട് അവരുടെ ഇടയിൽ ജീവന്റെ വചനം പ്രമാണിച്ച് എന്ത് സംഭവിക്കും? ലോകത്തിൽ, ഏത് ലോകത്തിൽ? വക്രതയും കോട്ടവുമുള്ള ഈ ലോകത്തിൽ, അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ, പിശാചിനാൽ ഭരിക്കപ്പെടുന്ന ഈ ലോകത്തിൽ, നീതി വസിക്കാത്ത ഈ ലോകത്തിൽ നമ്മൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ബന്ധങ്ങളും ആ ഇരുട്ടിനെ നീക്കിക്കളയുമെന്നാണ് പറഞ്ഞത്. അതാണ് ഈ പറഞ്ഞതിനർത്ഥം. വെളിച്ചം ചെല്ലുമ്പോൾ ഇരുട്ട് പോകും. മനസ്സിലായോ? അപ്പൊ നമ്മളുടെ ബന്ധങ്ങൾ, നമ്മുടെ വാക്കുകൾ, നമ്മളുടെ കൂട്ടുകെട്ടുകൾ, നമ്മളുടെ നടപ്പുകൾ, അവിടെയൊക്കെ ആ ഇരുട്ടിനെ മാറ്റിക്കളയുന്ന എന്തായിരിക്കണം? വെളുക്കായിട്ട് ഞാൻ മാറണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച്, അതാണ് ഈ പറഞ്ഞതിന് അർത്ഥം എന്ന് പറയുന്നത്. മറിച്ച് നമ്മളിൽ വെളിച്ചമില്ലെങ്കിലോ നമ്മൾ ചെല്ലുന്ന ഇരുട്ട് അധികം ഇരുട്ടായി മാറും. മനസ്സിലായോ? അപ്പോ ഇവിടെ പറയാണ്, ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്ന ഒരു വാക്യം കൂടി നമുക്ക് നേരത്തെ നോക്കിയത് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1:22 വായിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പറയുന്നത്, നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിൽ. നോക്കിയേ,
ഇപ്പൊ മൂന്നും ഒരു കാര്യം കൂട്ടി. നേരത്തെ നമ്മൾ കേട്ടിട്ടില്ല, കുറ്റമില്ലാത്തവരായിരിക്കണം. പിശാചിന്റെ പരിപാടി എന്തുവാ? അവരെപ്പോഴും കുറ്റം ആരോപിക്കുക, അല്ലെ? നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണാം, തന്റെ വിശുദ്ധന്മാരെ രാപ്പകൽ അപവാദം പറയുന്ന, കുറ്റം വിധിക്കുന്ന പിശാചിനെ. അപ്പൊ നമ്മള് അത് ശരി, പിശാച് കുറ്റം വിധിക്കുന്നതിനാണ്, പിശാച് അപവാദം പറയുന്നതിനാണ്. ഈ പിശാച് നമ്മുടെ ഉള്ളിലുണ്ടോ? മനസ്സിലായില്ല. ഈ അപവാദം പറയുന്ന പിശാച് എവിടെയെങ്കിലും ഇരുന്ന് അപവാദം പറയല്ല ചെയ്യുന്നത്. അപവാദം പറയുവാനായിട്ട് വ്യക്തികളുടെ ഉള്ളിൽ കടന്ന് എല്ലാത്തിനും കുറ്റം വിധിക്കുന്ന, അപവാദം പറയുന്ന ഒരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന്റെ സ്വാധീനം അഥവാ നിയന്ത്രണം, സാത്താന്റെ നിയന്ത്രണം ആ വ്യക്തിയുടെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് അതിനർത്ഥം. മനസ്സിലായോ? ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ പ്രസ്താവിക്കുക. അപ്പോ രാപ്പകൽ കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളും രാപ്പകൽ കുറ്റം വിധിക്കുകയും അപവാദം പറയുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വാധീനം എവിടെയുണ്ട്? നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പറയാണ്, അതൊരു വായിച്ചോട്ടെ, ആ കൊലോസ്യർക്കുള്ള ലേഖനം 1-ാം അധ്യായം അതിന്റെ കൊലോസ്യർ 1:22. മുമ്പേ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? നമ്മളെ യേശുവിനെ അറിയുന്നതിന് മുമ്പേ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോ ലോകം എന്ന് പറഞ്ഞത്, മുമ്പേ ദുഷ്പ്രവർത്തികളാൽ, കേട്ടോ, മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മൾ. എന്ന് പറഞ്ഞാൽ ദൈവവിഷയങ്ങളിൽ നമുക്ക് താല്പര്യമില്ലായിരുന്നു, ഉണ്ടായിരുന്നെങ്കിൽ തന്നെ പാരമ്പര്യമായിട്ടുള്ള സംഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കർമ്മമാർഗങ്ങളിലായിരുന്നു. വായിച്ചോട്ടെ. അവന്റെ മുൻപിൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തുവാ? ഇന്ന് നാം ദൈവത്തിന്റെ മുമ്പിലാണെന്നുള്ള ബോധ്യം എനിക്കുണ്ടെങ്കിൽ നാളെ കർത്താവ് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിന്റെ മുമ്പിൽ പുത്രൻ പിതാവിന്റെ മുമ്പിൽ നമ്മളെ നിർത്തുമ്പോൾ അവിടെ നിൽക്കേണ്ടതാണെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഇന്നുണ്ടെങ്കിൽ ഈ പറയുന്നവർ നടക്കത്തുള്ളൂ, കേട്ടോ. അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരായി നിർത്തണം. അവിടെയാണ് യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങളിൽ ആരെന്നെ കുറിച്ച് കുറ്റം പറയും, പാപത്തെ കുറിച്ച് ബോധം വരുത്തും. ഒരു പ്രാഗൽഭ്യമുള്ള ക്രിസ്തീയ ജീവിതം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി പറയുന്ന കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ഞാൻ ചെയ്താൽ വിരോധി എന്നെ കുറിച്ച് കുറ്റം പറയുവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഞാൻ ഇങ്ങനെ ചെയ്താൽ, ഞാൻ ഇങ്ങനെ നടന്നാൽ, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയണം. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്ക്, അതിനാണ് ദൈവം നമുക്ക് ജ്ഞാനം നൽകിയിരിക്കുന്നത്. അങ്ങനെ ജ്ഞാനം ഉണ്ടാകുന്ന ദൈവം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണണം. ഞാൻ ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടതാണ്, ഞാൻ വിശുദ്ധനാണ്, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതാണ്. ഇനി ഒരിക്കലും എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ പ്രവൃത്തികൾ കൊണ്ടോ എന്റെ നടപ്പ് കൊണ്ടോ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാകരുത്. മനസ്സിലായോ? വീണ്ടും ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ദൈവത്തിന്റെ നാമം നിങ്ങൾ ദുഷിപ്പിച്ചാൽ നിങ്ങൾക്ക് യേശുവിനെ വീണ്ടും ക്രൂശിക്കുക ചെയ്യുന്നത്. മനസ്സിലായോ? വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ കാര്യം നിൽക്കാൻ. ദൈവത്തിന് മുഖപക്ഷമില്ലെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ പറയണം, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിനെ അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. കണ്ടോ? ആ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? തകർക്കപ്പെട്ടു യേശു. ഒരു 2 സങ്കീർത്തന വാക്യങ്ങൾ കൂടി നമുക്ക് വായിക്കാം. സങ്കീർത്തനം 73:1. സങ്കീർത്തനം 73:1. ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവൻ ആകും. അവിടെ ഇസ്രായേലിനോട് പറയാണ്, ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു. കേട്ടോ? നമ്മള് നിഷ്കളങ്കതയുള്ള, നിർമ്മലതയുള്ള, വിശുദ്ധിയുള്ള, കുറ്റമില്ലാത്ത ആ ഒരു അനുഭവത്തിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇവിടെ പറയാ, ദൈവം വചനത്തിന്റെ സങ്കീർത്തനം ദൈവം ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് തന്നെ നല്ലവനാകുന്നു നിശ്ചയം. അപ്പൊ നമ്മൾ ഇസ്രായേലിനോട് അല്ല പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? ഇസ്രായേൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യാക്കോബേ, ഉപായിയായ യാക്കോബേ, നിന്നെ ഞാൻ ഇസ്രായേൽ എന്ന് പേര് മാറ്റും. നമ്മള് ഈ പറയുന്ന ലോകത്തിലായിരുന്നു, പാപത്തിലായിരുന്നു, യാക്കോബിന്റെ വേറൊരു രൂപമായിരുന്നു നമ്മള്. പക്ഷെ എന്ത് ചെയ്തു? യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മളെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാക്കി മാറ്റി. നമ്മുടെ ചോദ്യം ഇന്ന് അങ്ങനെ നടക്കുന്നുണ്ടോ എന്നുള്ളത്. കേട്ടോ? ദൈവം നിർമ്മല ഹൃദയമുള്ളവർക്ക്, ഇസ്രായേലിന് നിർമ്മല ഹൃദയമുള്ളവർക്ക് നല്ലവനാകുന്നു നിശ്ചയം. കേട്ടോ? ഉറപ്പാണത്. നിർമ്മല ഹൃദയമുള്ള, ദൈവത്തിന്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവം അവനെ
നല്ലവനാണ്. അതുകൊണ്ട് വചനം പറഞ്ഞു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ, അവന് ശരണം പ്രാപിക്കുന്ന ഏവനും ഭാഗ്യവും. 19-ാം സങ്കീർത്തനം അതിന്റെ 12-13. 19 സങ്കീർത്തനം 19. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കേണ്ടത്. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണ്ടത്. അവ എന്റെ മേൽ വാഴരുത്. എന്നാൽ ഞാൻ നിഷ്കളങ്കരും മഹാപാതകരഹിതരും ആയിരിക്കും. മനസ്സിലായോ? എന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? ഗ്രഹിക്കുന്നുണ്ടോ നമ്മള്? അതിനെ കേൾക്കുമ്പോ ഇവിടെ പറയാണ്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട് പലത്, സ്വമേധ പാപങ്ങൾ എന്ന് പറയും. പാപമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എനിക്കിപ്പോ അങ്ങനെ പാപമായിട്ട് തോന്നുന്നില്ലെന്നേ. അതുകൊണ്ട് പാപമല്ലായിരിക്കോ? പാപമല്ലാതിരിക്കോ? നമുക്കിപ്പോ ഓരോ കാര്യങ്ങൾ തെളിഞ്ഞു വരുമ്പോഴല്ലേ അത് അയ്യോ ഇത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാവണേ. സ്വമേധ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ പാപമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല, പക്ഷെ അത് പാപമാണ്. ഇവിടെ പറയാം, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണം. അപ്പൊ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കിയില്ല എങ്കിൽ മോചിക്കപ്പെടത്തില്ല. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ ആ വ്യക്തിയെ ബന്ധനത്തിലാക്കും. പോക്കി എന്ന് പറഞ്ഞാൽ ഏറ്റുപറച്ചിലാണ് ഈ പറയുന്നത്. ഏറ്റുപറയണം. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ പരിശുദ്ധാത്മ വചനത്തിൽ കൂടി വെളിപ്പെടുത്തി വരുമ്പോൾ സാരമില്ല, കുഴപ്പമില്ല, ഓ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ടോ എന്ന് പറയാനല്ല. ഏതൊരു പരിശുദ്ധാത്മ അകത്ത് ഇടപെടുമ്പോൾ അത് അപ്പോൾ അത് ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് എന്നെ അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ പിശാച് അവകാശം പറഞ്ഞാൽ അത് ബന്ധിക്കപ്പെട്ടിരിക്കും, സ്വാതന്ത്ര്യം ഉണ്ടാവത്തില്ല, ശരിയായിട്ട് നടക്കാൻ പറ്റുന്നില്ല. പിശാച് അവകാശം പറയും. അടുത്ത് പറയാം, സ്വമേധ പാപങ്ങളെ അകറ്റി. അടുത്ത് സ്വമേധ പാപങ്ങളെ കണ്ടോ, അതിനെ അകറ്റണം. അകറ്റാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിട്ടുമാറണം എന്ന് പറഞ്ഞത്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം എന്ത് ചെയ്യരുത്? നടക്കരുത്. നടന്നു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ഞാൻ പോയി നിന്നിട്ട് പിന്നെ അയ്യോ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ കാര്യമുണ്ടോ? പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവയിൽ രാപ്പകൽ ധ്യാനിക്കണം. മനസ്സിലായോ? തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്ന ഒരു ശുഭം വരത്തില്ല. പിന്നെ എന്ത് ചെയ്യണം? ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? എല്ലാരും ഏറ്റു പറയുന്നുണ്ട്, പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ കാരണം? മനസ്സിലാവുള്ളൂ. ഏറ്റു പറയാനേ എല്ലാവർക്കും. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചത് പാപങ്ങളെ ഏറ്റു പറയണം, കർത്താവ് പാപങ്ങളെ ക്ഷമിക്കും. അപ്പൊ ഇതിങ്ങനെ പാപങ്ങളെ ഏറ്റു പറയുക ക്ഷമിക്കുക, ഇതിങ്ങനെ കൃഷിയാക്കി കൊണ്ടു നടക്കാനാണോ? പിന്നെ എങ്ങനെയാ ഇതിന് രക്ഷപ്പെടുക? എങ്ങനെയാ? ഉപേക്ഷിക്കണം. അതിൽ എങ്ങനെയാണ് മറച്ചു വയ്ക്കുന്ന ശുഭവരത്തില്ല. അത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നില്ല, വിട്ടുപോരുന്നില്ല. അയ്യോ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെ? മനസ്സിലായോ? നമ്മള് അബ്രഹാമിനെ അറിയാലോ. അബ്രഹാമിന് ഹാഗാർ എന്ന് പറയുന്ന മിസ്രൈമെ ദാസിയിൽ ഒരു കുഞ്ഞുണ്ടായി. ആരുടെ കുഞ്ഞാ? അബ്രഹാമിന്റെ കുഞ്ഞാ. ആര് പറഞ്ഞിട്ട് പോയത്? അബ്രഹാം ഭാര്യ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ദൈവം അബ്രഹാമിനോട് പറയുന്ന ഒരു കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ദാസിയെയും കുഞ്ഞിനെയും നീക്കിക്കളയുക. കാരണം അത് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതി അല്ല, അത് ജഡപ്രകാരമുള്ളതാണ്. അപ്പോൾ ജഡപ്രകാരമുള്ള പലതിനെയും നീക്കിക്കളയാൻ ഇന്ന് നമുക്ക് താല്പര്യമില്ല. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ പറയണോ, ലംഘനങ്ങളെ മറച്ചു ചെയ്ത് ശുഭത്തിൽ അത് ഏറ്റുപറയണം, ഉപേക്ഷിക്കണം. അവിടെ അബ്രഹാം ചെയ്തത് അതാണ്, ഉപേക്ഷിക്കണം. ജഡപ്രകാരമുള്ളതിനെ ഉപേക്ഷിക്കണം. കാരണം ദാസിയും കുഞ്ഞും അവിടെ പാടില്ല. നമ്മളുടെ ജഡത്തിലുള്ള പല ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ അതെല്ലാം പോയി ഇരിക്കുക. നമ്മൾ അതിലൊക്കെ രസിക്കുന്നുണ്ട്. അതിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവത്തില്ല. മനസ്സിലായോ? അതിനെ നീക്കിക്കളയണം, ഉപേക്ഷിക്കണം. അത് ഭയങ്കര പെയിനാണത്. അബ്രഹാമിന്റെ രക്തത്തിലുണ്ടായ കുഞ്ഞാണ്. പക്ഷെ അബ്രഹാമിൽ വാഗ്ദത്ത സന്തതി ഉണ്ടാകേണ്ടത് സാറയിലാണ്. പക്ഷെ എന്ത് സംഭവിച്ചു? അതിനു മുമ്പ് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് കാത്തിരിക്കുന്നതിന് മുമ്പ് ജഡപ്രകാരം എടുത്ത തീരുമാനത്താൽ ഉണ്ടായ കോൺസിക്വൻസ് ആണത്. നമ്മളുടെ അകത്തും ഇതുപോലെ പലവിധമായിട്ടുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യും? മുളച്ചു വരും. ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, വചനവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ. അതിനെ ഉപേക്ഷിക്കാൻ, നീക്കിക്കളയുവാൻ, വെട്ടിക്കളയുവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനാണ് വചനം പറയുന്നത്, ലംഘനങ്ങളെ മറച്ചു വെക്കുന്നതുകൊണ്ട് കാര്യമില്ല.
അതിനെ ഏറ്റുപറഞ്ഞത് കൊണ്ടും കാര്യമില്ല, അതിനെ ഉപേക്ഷിക്കണം, അതിനെ നീക്കിക്കളയണം. അങ്ങനെ വരുമ്പോൾ അങ്ങനെ തങ്ങളെങ്ങനെ മറച്ചു ചെയ്ത് ചുമരുത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അങ്ങനെ വരുമ്പോഴാണ് സംഭവിക്കുന്നത്, ദൈവിക ജീവൻ ഉണ്ടാകുന്നത്, വിശുദ്ധി ഉണ്ടാകുന്നത്, വിശുദ്ധന്മാരാകുന്നത്, നിഷ്കളങ്കന്മാരാകുന്നത്, കുറ്റമില്ലാത്തവരാകുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതിന്റെ ആ പദ്ധതി എന്താണെന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ കേട്ട വചനങ്ങളെ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞെങ്കിൽ നമ്മൾ ആ ഒരു വിശുദ്ധിയിലേക്ക് കയറി വരണമെങ്കിൽ കേട്ട വചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനനുസരിച്ച് പലതും നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പലതും ഭയങ്കര പെയിനാണ്. നമ്മുടെ മനസ്സ് ചിലപ്പോൾ സമ്മതിക്കത്തില്ല, ലോകം സമ്മതിക്കത്തില്ല, എന്ത് പലതിനെയും ഉപേക്ഷിക്കുവാനായിട്ട്. മനസ്സിലായോ? ഉപേക്ഷിക്കാൻ സമ്മതിക്കാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു, പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു. ഇനി ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നതെങ്കിൽ ക്രിസ്തുവിന്റെ വചനത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കണം. എന്നിരുന്നാൽ മാത്രമേ ആത്മീയ മനുഷ്യൻ വളരത്തുള്ളൂ. അതിന്റെ ഇടയിൽ ഞാൻ എൻ്റെ പഴയ ജഡികമായിട്ടുള്ള മോഹങ്ങളെ ഉണർത്തിയാൽ, മനസ്സിലായോ? പിടിയിടുന്നത്. അതുകൊണ്ടാണ് നാട്ടൊലിവായ നിന്നെ കാട്ടൊലിവിനോട് ചേർത്ത് ഒട്ടിച്ചു, അല്ലെ? നാട്ടൊലിവിനെ ഒട്ടിച്ചു. പക്ഷെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞാലും കുറച്ചാൾ കഴിയുമ്പോ ഇതിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ ഈ പഴയ സംഭവത്തിന്റെ ഇത് പൊങ്ങി വരുന്നുണ്ടോ? ഇത് തന്നെയാ പറയുന്നത്. അതിനെന്ത് ചെയ്യണം? നീക്കിക്കളയണം. അയ്യോ, അത് പഴയതല്ലേ, നിന്നോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരും, ഫലം പുറപ്പെടുവിക്കത്തില്ല. അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. നമ്മുടെ പഴയ ജഡിക സ്വഭാവങ്ങളെ പൂർണ്ണമായിട്ട് നീക്കണം. അതിനോട് ഒരു ദാക്ഷിണ്യവും കാണിക്കരുത്. മനസ്സിലായോ? അത് വളരെ ശ്രദ്ധിച്ചെങ്കിൽ നമ്മൾ തന്നെ സമർപ്പിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മൾ അവന്റെ മുന്നിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്താനായിട്ട് ദൈവം നമ്മളെ ഒരുക്കും. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത്, ദൈവത്തിന്റെ കൃപയാണ് നമ്മൾ അതിനായിട്ട് സഹായിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കേട്ട് നമ്മൾ ആരും ഭയപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ദൈവവചനത്തിന്റെ കേൾവി നമ്മളെ വിശുദ്ധിയിലേക്ക് നടത്തും. വചനവിരുദ്ധമായ കാര്യങ്ങളെ നീക്കിക്കളയുക. കർത്താവ് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. വിട്ടുപോരേണ്ടത് വിട്ടുപോരുക, നീക്കിക്കളയേണ്ടത് നീക്കിക്കളയുക. ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ പറ്റാത്ത ഒന്നിലോട്ടും പോയി തലവെച്ച് കൊടുക്കരുത്. വ്യാജം, കളവ്, നുണ, ചതിവ്, തന്നെത്താൻ വഞ്ചിക്കരുത്, തന്നെത്താൻ ചതിക്കരുത്, നമ്മളെ തന്നെ ഇതാക്കരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിശാചിന് അവകാശം കിട്ടും. ഒരിക്കലും ആത്മീയമായിട്ടുള്ള പക്വതയിലേക്ക്, വളർച്ചയിലേക്ക് പോകാൻ പറ്റത്തില്ല. നമ്മൾ ആത്മാവിനാൽ തന്നെ നയിക്കപ്പെട്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളർന്ന് കർത്താവിന്റെ വരവെങ്കിൽ കണ്ണിമിക്കുന്നതിനിടയിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന തേജസ്സിന്റെ മക്കളായി നിത്യത മുഴുവൻ ദൈവത്തിന്റെ പ്രിയ മക്കളായി. ആദാം ദൈവത്തിന്റെ മകനായിരുന്നു, അവൻ വീണുപോയി. യേശു ദൈവത്തിന്റെ പുത്രനായി വന്ന് ഇവനെന്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും സ്വരം വന്നു. ആ സ്വരം പോലെ നമ്മളും ആയിത്തീരണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ആ പുത്രന്മാരായി തീരുവാൻ എന്തൊക്കെ ചെയ്യണമായിരുന്നു അതെല്ലാം പുത്രൻ നിവർത്തിച്ചു. നമ്മൾ വിശ്വസിച്ചു. നമ്മളെയും ആ വിശ്വാസത്താൽ ദൈവം അവന്റെ മക്കളാക്കി തീർത്തു. തന്റെ ആത്മാവിനെ നൽകി ദൈവജനത്തിന്റെ അനുസരണത്തിൽ കൂടി നമ്മളെ നടത്തി ആ സ്വർഗത്തിലേക്ക്, ആ കർത്താവിന്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലും ഭൂമിയിലും വസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ ആയിത്തീരുവാനായിട്ട് ഇന്ന് നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആ കർത്താവിന്റെ തേജസ്സുള്ള കർത്താവിനെ തേജസ്സിൽ നമ്മൾ കാണും. ആമേൻ. സ്വർഗ്ഗസ്ഥ പിതാവ് ഞങ്ങളെ പൂർണ്ണമായി ദൈവരാളിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. കേട്ട വചനപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ വിരോധികളെ കുറിച്ച് ഒരു തിന്മയും കളവായി പറയാൻ ഇട കൊടുക്കാതെ അങ്ങനെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവരുമായി തീരേണ്ടതിന്റെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്യക്തിപരമായി പൂർണ്ണമായി സമർപ്പിച്ച് യഥാർത്ഥ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിൽ യേശുവിനെ വെളിപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി കർത്താവി വക്രതയും കോട്ടമുള്ള ഒരു തലമുറയുടെ നടുവിൽ ഞങ്ങൾ അന്യനേരം പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ച് ജ്യോതിസുകളെ പോലെ പ്രകാശിപ്പാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. ശബ്ദങ്ങൾക്ക് ഓരോ മക്കളെ ഇതിനെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതായത് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.